മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ. സ്പോർട്സ് മലയാളം കായിക വിനോദങ്ങളുമായി ബന്ധപ്പെട്ട ആശയവിനിമയങ്ങളും വിവരങ്ങളും എല്ലാം ചേർന്ന ഭാഷാമേഖലയാണ് സ്പോർട്സ് മലയാളത്തിൻ്റേത്. സാർവത്രിക സ്വീകാര്യതയുള്ള പ്രയോഗങ്ങളെ മലയാളീകരിക്കാതെ ഇരിക്കുക എന്നത് സ്പോർട്സ് മലയാളത്തിൻ്റെ പ്രത്യേകതയാണ്. പെനാൽറ്റി കിക്കിനെ പിഴത്തൊഴി എന്നൊക്കെ മലയാളീകരിച്ചാൽ അത് വികൃതമാകുമെന്നതിൽ സംശയമില്ല. കോർണർ കിക്ക്, ഫ്രീ കിക്ക്, ഹാട്രിക്ക്, LBW, നോ ബോൾ, സ്മാഷ്, വിക്കറ്റ്, ബാറ്റിംഗ്, ബൗളിംഗ്, ഇന്നിങ്സ് തുടങ്ങിയവയൊക്കെ അങ്ങനെ തന്നെ പ്രയോഗിക്കുന്നതാണ് ഉചിതം. കായിക വാർത്തകൾ നൽകാൻ പാകപ്പെട്ട രീതിയിൽ വിനിമയശേഷിയുള്ള ധാരാളം പ്രയോഗങ്ങൾ ഇന്ന് മലയാളത്തിലുണ്ട്. സമനില, കളിക്കളം, പ്രതിരോധ നിര, ആദ്യ പകുതി, വിലക്ക്, കിരീടം ചൂടുക, പൊരിഞ്ഞ പോരാട്ടം, തകർപ്പൻ വിജയം, അട്ടിമറി, നായകൻ, വഴുതിപ്പോവുക, ആർപ്പുവിളി, ആവേശം, മുന്നേറ്റം, ആകാംക്ഷയുടെ മുൾമുന, അടിപതറുക, ഇരച്ചെത്തുക, സമ്മാനിക്കുക, നിലംപരിശാവുക, ആദ്യപാദ മത്സരം, ലക്ഷ്യം കാണുക, പുറത്താവുക, ആരാധകർ, ഒറ്റയാൾ പോരാട്ടം, കരകയറുക, വാശിയേറിയ മത്സരം, പരിശീലനം തുടങ്ങി പ്രയോഗസജ്ജമായ പദസമ്പത്തുണ്ടെങ്കിലും കായിക വാർത്തയുടെ ഭാഷാ വിശകലനത്തിൽ അത് മികവിൻ്റെ അടിസ്ഥാനമാകുന്നില്ല. വിനിമയശേഷിയാണ് അവിടെ പ്രസക്തമാകുന്നത്. കോഹ്ലിയുടെ ഔട്ട്സൈഡ് എഡ്ജിൽ തട്ടിയ പന്ത് വിക്കറ്റ് കീപ്പർക്കും സെക്കൻഡ് സ്ലിപ്പിനും ഇടയിലൂടെ ബൗണ്ടറിയിലേക്ക് പോയി എന്ന മട്ടിലുള്ള ഭാഷയാണ് ചില സാഹചര്യത്തിൽ വായനക്കാരനെ തൃപ്തിപ്പെടുത്തുന്നത്. ക്രിക്കറ്റിൽ 4 അടിച്ചു 6 അടിച്ചു എന്നൊക്കെ മലയാളീകരിച്ചാൽ സ്പോർട്സ് മലയാളം തളരാനാണ് സാധ്യത. അവിടെയൊക്കെ സ്വകീയ പരകീയ പദസമ്മിശ്രമായ പ്രയോഗങ്ങളാണ് ഉചിതമാകുന്നത്. ഓപ്പൺ വിഭാഗം, അർദ്ധ സെഞ്ചുറി, ക്യാച്ച് വിവാദം, ഗ്രൂപ്പ് മത്സരം, പുരുഷ ഫൈനൽ, ബാറ്റ് ചെയ്യുക, ഗോൾ അടിക്കുക തുടങ്ങിയവ ഉദാഹരണങ്ങളാണ്. കായിക മലയാളം പൊതുമലയാളത്തെ തിരിച്ചും ശക്തിപ്പെടുത്താറുണ്ട്. 100 വയസ്സ് തികയ്ക്കുന്നതിനെ സെഞ്ചുറി അടിക്കുക എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അവശ്യ സാധന വില 100 കടന്നാലും അങ്ങനെ പറയാറുണ്ട്. ബോഡി ഷെയ്മിങ്ങിൻ്റെ ഭാഗമായി തലയിലെ മുടിയില്ലായ്മയെ സൂചിപ്പിക്കാൻ ക്ലീൻ ബൗൾഡ് എന്ന് പ്രയോഗിക്കുന്നതും സാധാരണമായി കഴിഞ്ഞു. രാഷ്ട്രീയ രംഗത്തെ വാർത്തകൾ അവതരിപ്പിക്കുമ്പോൾ കളരിപ്പയറ്റിലെ പദാവലികൾ കടന്നു വരാറുണ്ട്. ചുവടുറപ്പിക്കുക, അടവുനയം, ഒഴിഞ്ഞുമാറൽ തുടങ്ങിയവ ഉദാഹരണങ്ങളാണ്. ജീവിത ലക്ഷ്യങ്ങൾ നേടുന്നതുമായി ബന്ധപ്പെട്ട് ഗോൾ അടിച്ചു എന്ന ശൈലിയും സാമാന്യ വ്യവഹാരത്തിലുണ്ട്. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.